ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ, തലവിൽ, കണ്ണൂർ. ഉടൻ അഡ്മിഷൻ എടുക്കുന്നവർക്ക് 2 സെറ്റ് യൂണിഫോം, 1 വർഷത്തേക്കുള്ള ബസ് ഫീസ് തികച്ചും സൗജന്യം. ട്യൂഷൻ ഫീസ്, രജിസ്ട്രേഷൻ ഫീസ്, ഡൊണേഷൻ 100% സൗജന്യം. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് സർവീസ് മെയ് 11 മുതൽ ആരംഭിക്കും. കണ്ണൂർ ഹജ്ജ് ക്യാമ്പിന്റെ സംഘാടക സമിതി ഓഫീസ് മട്ടന്നൂർ റാറാവിസ് ഹോട്ടൽ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കണ്ണൂർ വിമാനത്താവളത്തിലെ കാർഗോ കോംപ്ലക്സിലാണ് ഇത്തവണയും ഹജ്ജ് ക്യാമ്പ് നടക്കുക. 3ാം തവണയാണ് കണ്ണൂരിൽ ഹജ്ജ് ക്യാമ്പ് നടക്കുന്നത്. കണ്ണൂരിൽ നിന്നും ആകെ 28 സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തുക. 4788 പേരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത്. മെയ് 11 പുലർച്ചെ 4-നാണ് കണ്ണൂരിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സർവീസ്. 29 രാത്രി 1-ന് അവസാന സർവീസ് പുറപ്പെടും. കഴിഞ്ഞ വർഷം 3218 പേരാണ് കണ്ണൂർ വിമാനത്താവളം വഴി സർവീസ് നടത്തിയത്. സൗദി എയർലൈൻസിന്റെ വൈഡ് ബോഡി വിമാനങ്ങളായതിനാൽ 9 സർവീസ് മാത്രമാണ് നടത്തേണ്ടി വന്നത്. 171 പേർക്ക് യാത്ര ചെയ്യാവുന്ന വിമാനങ്ങളാണ് ഇത്തവണ എയർ ഇന്ത്യ എക്സ്പ്രസ് ഹജ്ജ് സർവീസിന് ഉപയോഗിക്കുന്നത്. മിക്ക ദിവസങ്ങളിലും ജിദ്ദയിലേക്ക് 2 സർവീസുകൾ ഉണ്ടാകും. കണ്ണൂർ വിമാനത്താവളത്തിൽ ഹജ്ജ് ഹൗസിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ അടുത്ത വർഷം ഹജ്ജ് ക്യാമ്പ് ഇവിടെ നടത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം KK ശൈലജ MLA നിർവഹിച്ചു. നല്ല രീതിയിൽ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി തിരിച്ചു വരിക എന്നത് മാത്രം മനസ്സിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ ആദ്യത്തെ തവണ തന്നെ നമ്മൾ വിജയിച്ചു. ഇനിയിപ്പം കുഴപ്പമില്ല, അവിടെ നിന്ന് തീർത്ഥാടകർ സൗകര്യപ്രദമായിട്ട് പോകുന്നതിന് ഞങ്ങൾക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായി എന്നുള്ളതാണ് വസ്തുത. 2ാമത്തെ തവണ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചു. ഇത്തവണ അതിശയകരമായി വർദ്ധിച്ചിരിക്കുകയാണ്. 5000-ൽ കവിയും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് തോന്നുന്നത്. കുറച്ചുകൂടി ആളുകൾ വരുമ്പോൾ അപ്പോൾ നമ്മൾ ഉത്തരവാദിത്തം വർദ്ധിക്കുകയാണ്. കൂടുതൽ ആൾ വരുമ്പോൾ സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തണം. ഒരിക്കലും നമുക്ക് മുന്നൊരുക്കങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ആളുകൾക്ക് വിഷമമുണ്ടായി എന്ന് വരരുത്. അതിന് ഒറ്റക്കെട്ടായി ഒരേ മനസ്സായി എല്ലാവരും പരിശ്രമിക്കണമെന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ ഓരോരുത്തർക്കും പരസ്പരം പറയാനുള്ളത്. പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് B ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K വേലായുധൻ, ഇരിക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TP ഫാത്തിമ, കിടലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KV മിനി, ഇരിട്ടി നഗരസഭ വൈസ് ചെയർമാൻ PP ഉസ്മാൻ, ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ PP മുഹമ്മദ് റാഫി, OV ജാഫർ, ഷംസുദ്ദീൻ അരിഞ്ചിറ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.